അപ്പം ഞാനിന്നൊരു ഗീ റൈസ് ഉണ്ടാക്കാൻ പോകണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന ചോറില്ലേ, ചോറുണ്ടാക്കുന്ന അരിയില്ലേ, അത് വെച്ചിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ വീട്ടിൽ വേറെ അരിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം. അതുകൊണ്ട് ഇത് പട്ട, ജീരകം, പിന്നെ ഗ്രാമ്പു, പിന്നെ എന്തുവാ ഏലക്ക ഇതിനകത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സവോള, കുറച്ച് വെളുത്തുള്ളിയുണ്ട് ഇതിൻ്റെ ഇടയിലുണ്ട്, പിന്നെ ഒരു 3 പച്ചമുളകും, പിന്നെ ഇഞ്ചി ആവശ്യമുള്ളവർക്ക് ഇഞ്ചി ഇടാവേ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ഇതിൽ നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത്ര നെയ്യാണ്. അപ്പോൾ ഏകദേശം നേരത്തെ വെച്ചതായിരുന്നു, ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ ഐറ്റംസ് എല്ലാം കൂടി ഇടാണ്. അത് കരിഞ്ഞു പോകാൻ നോക്കണേ. ഇത് ഇന്ന് വെച്ച ചോറാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതൊന്നങ്ങ് ആയി കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു പോകും കേട്ടോ. കരിഞ്ഞു പോയി ടേസ്റ്റൊക്കെ പോകും. ഒന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള കാര്യങ്ങളെല്ലാം കൂടി ഇടേക്കാം. സവാള നീളത്തെ അരിയണമെങ്കിൽ അങ്ങനെ അരിയാം കേട്ടോ. എനിക്കിങ്ങനെ അരിയണമെന്നാണ് എപ്പോഴും ഇഷ്ടം. അങ്ങനെ ശീലിച്ചു പോയി, അതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ എത്ര റൈസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു അത്രയും അനുസരിച്ച് ഉപ്പിടുക. ബാക്കി വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതിയല്ലോ. ഇത് ഓൾറെഡി വെന്ത ചോറായതുകൊണ്ട് നമുക്ക് പിന്നെ വേവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഇത് ആയിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ആക്കിയാൽ മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിടുന്നതാണ് നല്ലത്. ഞാൻ പേസ്റ്റൊന്നും ആക്കിയില്ല, മറ്റേ ഗാർലിക്ക് മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇതായി കഴിയുമ്പോൾ നമ്മൾ റൈസ് ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഇനി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു പൊടിക്ക് പഞ്ചസാര ഇടാവേ, നല്ല ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ ഇടുന്നില്ല. ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഇത് ആയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് റൈസ് കുറേശ്ശെ ഇടാതെ. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന റൈസാണ്. ഇതിനു വേണ്ടി മറ്റേ വലിയ അരിയോ അങ്ങനത്തെ അരിയൊന്നും ബസ്മതി റൈസോ ഒന്നും വാങ്ങിക്കണ്ട. അങ്ങനെ ഉണ്ടാക്കാം. പെട്ടെന്ന് നമുക്കതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ ഈ ഒരു റൈസ് വെച്ച് നമുക്കൊരു ഐറ്റം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. പിന്നെ ചോറൊക്കെ മിച്ചം വരുമ്പോൾ ഇങ്ങനെ രാവിലെ ഇതൊരു ഐറ്റമായിട്ട് നമുക്ക് കഴിക്കാമല്ലോ. ഇതിനെ വെറുതെ കളയണം. കുറച്ചുകൂടെ ഇടാതെ. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു പാനിൽ കുറച്ച് എന്താ പറയുക, നെയ്യ് എടുത്തിട്ട് കശുവണ്ടി കിസ്മിസും കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇടാം. ഞാനിപ്പോൾ ഇവിടെ അത് ഇടുന്നില്ല. കുറച്ച് എന്താ പറയുക, സ്പൈസി ആയിട്ട് ഈ ഒരു മിക്സിൽ കഴിക്കുകയാണ് ഇന്ന്. നമുക്കിതെങ്ങനെയുണ്ട് നോക്കണ്ടേ ആദ്യം. അപ്പോൾ ഒന്നാവട്ടെ. ഇത് നല്ല കുഴഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം പിന്നെ ചോറ് വെന്തപ്പോൾ കുറച്ച് ഓവറായി, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കഴിച്ച് നോക്കി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിക്കണം കേട്ടോ, അപ്പോഴാണ് സെറ്റാവുന്നത്. ഇനി ഇത് ഇളക്കിയിട്ട് സെർവ് ചെയ്യും.